ഓം ശാന്തി. ഒരു ദിവസം 1% വേണ്ട 0.8% മാറ്റം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ റെഡിയാണെങ്കിൽ, അതിൻ്റെ മാജിക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 180 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് 180% എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വേണം എന്ന് ഞാൻ നിശ്ചയിക്കാമെങ്കിൽ, ഒരു 0.8% 1% പോലും ഇല്ലാത്ത ഒരു മാറ്റം ഒരു ദിവസം കൊണ്ടുവരാൻ ആർക്കും പറ്റുന്നതേ ഉള്ളൂ. എനിക്കിത് പറ്റില്ല, അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്ന് കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നുവെങ്കിൽ അതിനർത്ഥം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. മനസ്സുകൊണ്ട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാൻ എന്ത് വേണം, എന്തുകൊണ്ട് ഞാൻ മാറണം എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ മല അങ്ങ് കയറി ചെന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നൊരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ, ആ മലയുടെ ഹൈറ്റ്, അത് കയറി പോകുമ്പോഴുള്ള കഷ്ടം, അയ്യോ എൻ്റെ മുട്ടുവേദനയ്ക്കൊക്കെ കയറി എത്താൻ പറ്റുമോ, കയറി എത്തി ഇറങ്ങാൻ പറ്റുമോ, 1000 ചിന്തയുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു കുഞ്ഞാണ്. അമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞാണ് നിൽക്കുന്നത്, പോയി എടുത്തോളൂ പറഞ്ഞാൽ അവിടെ യാതൊരു ലിമിറ്റും ഉണ്ടായിരിക്കില്ല. ഒരാൾ സഹായത്തിന് വേണ്ടി, പ്രാണന് വേണ്ടി പിടച്ചിട്ടാണ് വിളിക്കുന്നതെങ്കിൽ കയറാനും കൊണ്ടുവരാനും നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരാൾ ഓട്ടത്തിൻ്റെ മാക്സിമം സ്പീഡ് കാണണമെങ്കിൽ പിന്നൊരു നായ ഓടിപ്പിക്കണം എന്നൊക്കെ തമാശയായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഒരു കാരണമുണ്ടായിട്ട് ആ കാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥമായിരിക്കുന്ന ശക്തി, അഥവാ നമ്മുടെ ഓപ്റ്റിമം പെർഫോമൻസ് എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ പൂർണ്ണ സമർപ്പണത്തോടു കൂടിയതായിട്ടുള്ള കർമ്മം കാണണോ, അതിനുവേണ്ടി ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ജീവിതം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിക്കുന്നതിന് ലക്ഷ്യമെന്ത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. രാവിലെ ഉണർന്ന് ഈ കാര്യം കഴിഞ്ഞ ശേഷം അടുത്ത നേരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന അവസ്ഥയാവരുത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്തരം കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകും എന്നതായിരിക്കുന്ന ഈ ലക്ഷ്യത്തിലെത്തുമെന്ന് ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാനും ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് മൈൻഡ് സെറ്റ് മാറണോ, തീർച്ചയായിട്ടും നിശ്ചിതമായിരിക്കുന്ന ഒരു പ്രാധാന്യമുള്ള ഒരു കാരണം നമുക്കതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. എക്സസൈസ് ചെയ്യാനായിട്ട് പല കാരണങ്ങൾ കണ്ടെത്തുന്ന പല ചെറുപ്പക്കാരും ശരീരത്തിലെ ഓരോ രോഗങ്ങൾ കൊണ്ട് എക്സസൈസ് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോൾ ദിവസങ്ങൾ കൊണ്ട് അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കാണാറുണ്ട്. അതിനുള്ള സമയം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത് കാണാറുണ്ട്. ഉറക്കൊഴിക്കാൻ ഒട്ടും എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നതായിരിക്കുന്ന ലേഡീസ് സ്വന്തം കുഞ്ഞിന് സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കിടത്തേണ്ടി വന്നാൽ അവർക്ക് ഉറക്കം എന്നൊരു സാധനയും വരാത്തതായിട്ട് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ട് എങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് കാരണങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് കാരണത്തിന് മാറ്റി നിവാരണം കണ്ടെത്തുന്നതായിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് സൈക്കോളജിക്കൽ ലിമിറ്റ്സിനെ പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ സൈക്കോളജിക്കലായിരിക്കുന്ന ഫ്രീഡം നമുക്ക് അനുഭവിക്കണമെങ്കിൽ മൈൻഡ് സെറ്റിൻ്റെ ലിമിറ്റിംഗ് തിങ്കിങ്ങിൽ നിന്ന് മാറിക്കൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കുന്ന പരിധിയില്ലാത്ത ചിന്തകൾക്ക് നമുക്ക് കാരണമാവണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ ജീവിതം കൊണ്ട് ഞാൻ ഇന്നത് നേടിയെടുത്തിരിക്കും എന്ന് ലക്ഷ്യം കാണുന്ന ഓരോ ആളുകളും അതിനു വേണ്ടിക്കൊണ്ടുള്ള എന്ത് കാരണം വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയും ശ്രമിച്ചിട്ടും ഒക്കെ ആഗ്രഹമുണ്ട്, ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ആവണമെന്ന്, എന്നിട്ടും എനിക്കാവാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു ഫോർമുല 3R ടെക്നിക് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ റെക്കഗ്നൈസ്, രണ്ടാമത്തെ റീഫ്രെയിം ആൻഡ് മൂന്നാമത്തെ R മീൻസ് റീഇൻഫോഴ്സ്. ഒന്നാമത്തെ എൻ്റെ ഉള്ളിൽ എന്താണ് തിരിച്ചറിവുള്ളത് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണ്, പബ്ലിക് സ്പീച്ച് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് 4 ആളോട് സംസാരിക്കാൻ വേണ്ടിക്കൊണ്ട് പേടിയുള്ള ഒരാളാണെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നതായിട്ടുള്ള തിരിച്ചറിവ്, അത് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ റീഫ്രെയിം മീൻസ് എനിക്ക് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ, ഒരു സ്പീക്കേഴ്സും ജന്മനാൽ തന്നെ സ്പീക്കറായി ജനിക്കുന്നവർ വളരെ ചുരുക്കമൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലാവരും വായിച്ചും പഠിച്ചും അറിവുകളെ വലുതാക്കിക്കൊണ്ടും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവനവനെ പെർഫോം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് വലിയ വലിയ ആങ്കേഴ്സ് ആവുന്നത്, വലിയ വലിയ സ്പീക്കേഴ്സ് ആവുന്നത്. ഒക്കെ എല്ലാവരും നിരന്തര അഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടതായിട്ടൊരു മനോഭാവം ക്രിയേറ്റ് ചെയ്യുകയും എന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള കോഴ്സുകളോ ക്ലാസ്സുകളോ നോളജുകളോ അങ്ങനെയുള്ളതായിട്ടുള്ള പ്രഭാഷണ കല പഠിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലോ ചേർന്നുകൊണ്ട് അവനവന് വേണ്ടതായിട്ടുള്ള സ്റ്റഡി എന്നതായിട്ടുള്ള ഒരു പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങളെ
റീഫ്രെയിം ചെയ്തു. ഇനി മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് റീഇൻഫോഴ്സ്. മീൻസ് കൊച്ചു കൊച്ചു ടീമുകളിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒത്തുചേരലുണ്ടാവുന്ന സന്ദർഭത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ 3R ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഏതൊരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരാം. പക്ഷേ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കണ്ടീഷൻ ഇന്നലത്തേക്കാൾ 0.8% നിങ്ങൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. അതായത് ഇന്നലത്തേക്കാൾ 1% മാറ്റം ഇന്ന് കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ ആ 1% മാറ്റം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയാവും. മോട്ടിവേഷൻ ക്ലാസ്സുകൾ പലരും പറയാറുണ്ട്, സിസ്റ്ററുടെ ക്ലാസ് കേൾക്കുമ്പോൾ, മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കുമ്പോൾ എനിക്ക് ചെയ്തേ തീരൂ എന്നൊരു വിചാരം വരെ ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുകയൊക്കെ തുടങ്ങും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി പോകുമെന്ന്. മോട്ടിവേഷൻ നിങ്ങൾക്കൊരു തീപ്പൊരിയാണ്. നിങ്ങൾ കത്തിക്കാൻ വേണ്ടതായിരിക്കുന്ന ഒരു ഊർജ്ജം മാത്രമാണ് അത് തരിക. അതിനെപ്പോഴാണോ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നത്, അത് തരുന്ന ഊർജ്ജമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല എന്നത് മാറ്റിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് ആദ്യം യാത്ര തുടങ്ങാൻ. ഒരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്യണമല്ലോ. അതിനൊരു പെട്രോൾ എക്സ്ട്രാ നമുക്ക് വേണ്ടേ? അത് മാത്രമാണ് നമുക്ക് മോട്ടിവേഷൻ തരിക. ബാക്കി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് ഊർജ്ജം നമ്മളോട് നിറയുകയും അത് ആ രീതിയിൽ നമുക്ക് സന്തോഷം വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയാക്കണം. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയോളൂ, ഒരുപാട് മോർണിംഗ് ഹാബിറ്റ്സിൻ്റെ വീഡിയോസ് സിസ്റ്റർ തന്നെ BK ഷീബയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിനിനെ ലേണിംഗ് മെഷീൻ ആക്കാനുള്ളതായിരിക്കുന്ന ടെക്നിക്ക് എന്താണ്, എന്തൊരു കാര്യം ഓർമ്മിക്കാനുള്ള ടെക്നിക്ക് എന്താണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നൊരിക്കൽ കൂടി പറയുകയാണ്, ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ. അത് കഴിഞ്ഞ ശേഷം രാവിലെ എഴുന്നേറ്റുടനെ, ഈ ഒരു കാര്യം പറയാതിരിക്കാനാവില്ല, രാവിലെ എഴുന്നേറ്റുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്, അത് വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുക എന്നുള്ളത് വളരെയധികം എനർജറ്റിക് ആണ്. പറയാറുണ്ട്, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഫയർ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഫോഗാണ് എന്ന്. നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായി പ്രവർത്തിക്കണമെങ്കിൽ അതിനും ജലം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, രാവിലെ ഉണർന്ന് ആ വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ചാർജ് ചെയ്യുക. ഐ ആം മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി, സക്സസ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്. ഇങ്ങനെ ഏത് ടൈപ്പ് തോട്ട്സ് വേണോ അതിനൊരു 9 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ആ വെള്ളം ആസ്വദിച്ച് നിങ്ങളൊന്ന് കുടിച്ചു നോക്കൂ. നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ, ആക്റ്റീവ് ആക്കാൻ ബ്രെയിനിനെ അത് നന്നായിട്ട് സഹായിക്കും. അത് കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നേടാൻ വേണ്ടിക്കൊണ്ടുള്ള ഊർജ്ജം കറക്കിയെടുത്ത് നിങ്ങളെ മുന്നോട്ട് തള്ളുന്ന ഫോഴ്സായിട്ട് നിങ്ങളെ സഹായിക്കും. പിന്നെ ഒന്ന് എഴുതുക, തയ്യാറാക്കുന്നത്, നമ്മുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഇന്ന് ഇത് കർമ്മം കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടും. കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോൾ സമയം എന്ന സമ്പത്തിനെ ശരിയായി ഉപയോഗിക്കുന്നവരെ സമയം വരുമ്പോൾ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സഹായം കിട്ടേണ്ട സമയം വരുമ്പോൾ എവിടെ നിന്നോ ആരിൽ നിന്നോ ഒക്കെ സഹായം വരികയാണെങ്കിൽ പറയുക, സമയം എന്നെ സഹായിക്കുന്നു എന്ന്. സമയം നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ സമയത്തിൻ്റെ സതുപയോഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി സമയത്തെ പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. മാത്രമല്ല ഹെൽത്തി ബോഡി എല്ലാ കാര്യവും ചെയ്യാൻ അത്യാവശ്യമാണ്. ഡെയിലി നമ്മൾ വായിക്കുകയും പഠിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് തലവേദന കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ എല്ലാ കാര്യവും താളം തെറ്റില്ലേ? നമുക്ക് കണ്ണ് കഴയ്ക്കുന്നു, കഴുത്ത് വേദനിക്കുന്നു, പുറം വേദനിക്കുന്നു, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പറയാറില്ലേ? ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡിനെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറഞ്ഞ സമയമെങ്കിലും വ്യായാമം ചെയ്തുകൊണ്ട് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മാറ്റേണ്ടത് അനിവാര്യമാണ്. ശരീരത്തിന് പ്രോപ്പറായിരിക്കുന്ന ഫുഡ് കൊടുക്കും പോലെ മനസ്സിന് പ്രോപ്പറായിരിക്കുന്ന ഫുഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഡെയിലി സ്റ്റഡി എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡയറക്റ്റ് പരമാത്മാവിൻ്റെ സ്റ്റഡി അഥവാ മഹാവാക്യങ്ങൾ കേൾക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങളുടെ ഊർജം നിറച്ചുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവാക്കി ദിവസം 0.8% ചേഞ്ച് കൊണ്ടുവരാൻ തയ്യാറാവുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോവും, ഇതായിരുന്നോ ഞാൻ, ഇന്ന് ഇത്രയും മാറിയല്ലോ എന്ന്. ഈ വീഡിയോ പറഞ്ഞതിനും കണ്ടതിനും നിങ്ങളൊന്ന് താങ്ക്സ് പറയും എൻ്റെ അടുത്ത്. അതുപോലെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഓൾവേസ് ഹാപ്പി, സക്സസ്ഫുൾ ആൻഡ് മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.